ശബരിമല സ്വർണം കട്ടവർക്കല്ല അയ്യപ്പൻ സമ്മാനം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ബിന്ദു കൃഷ്ണയുടെ മകനുണ്ടായ അപകടത്തിന്റെ സംഭവവികാസങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനു പിന്നാലെ ഇപ്പോ അടൂർ പ്രകാശിന് നേരിടേണ്ടി വന്നിരിക്കുന്ന അവസ്ഥ ഒരിക്കലും മറ്റൊരാളുടെ രോഗാവസ്ഥയെ നമ്മൾ കളിയാക്കാനോ പരിഹസിക്കാനോ പാടില്ലാത്തതാണ്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അസുഖത്തെ പോലും പലപ്പോഴും രാഷ്ട്രീയ വിമർശനത്തിന് വേണ്ടി പരിഹസിക്കാൻ മുതിരുമ്പോഴും അതിന്റെ ചികിത്സയ്ക്ക് പോകുമ്പോഴുൾപ്പെടെ വല്ലാത്ത തോതിൽ ആക്ഷേപിക്കുന്നവർക്ക് മുന്നിലേക്ക് എത്തിക്സിന്റെ ഭാഗമായി പറയാൻ പാടില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ പറഞ്ഞു വെച്ചതുകൊണ്ട് ആ രീതിയിൽ മറുപടി പറയേണ്ടി വരുന്നതാണ്. അടൂർ പ്രകാശിന് പക്ഷാഘാതം സംഭവിച്ചതായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. ഒന്നാലോചിക്കുക, ശബരിമല സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വലം കൈയായിരുന്നു അടൂർ പ്രകാശ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ ഗോവർദ്ധനും സ്വർണം ഉരുക്കിയെടുത്ത പങ്കജ് ഭണ്ഡാരിയെല്ലാം ഒരുമിച്ച് നിന്ന് ഒരേ ഫോട്ടോഷൂട്ടിൽ വന്നത്. ഇങ്ങനെ സ്വർണം കടത്തിയവരും കട്ടവരും ഉരുക്കിയവരും എല്ലാവരും ഒരുമിച്ചൊരു ഫോട്ടോഷൂട്ടിൽ നിന്നതിന് ശേഷം അയ്യപ്പന്റെ സ്വർണം കട്ടത് ആരപ്പ എന്ന രീതിയിൽ പാരഡിയൊക്കെ ഇറക്കി പലതരത്തിലുള്ള കുപ്രചരണങ്ങൾ ഇടതുപക്ഷ നേതാക്കന്മാർക്ക് നേരെ ഉന്നയിച്ചു. അത് ഉന്നയിച്ച് അധിക കാലതാമസം വന്നിട്ടില്ല. അയ്യപ്പന്റെ പേരിൽ ചെയ്യാത്തവരെ പച്ച കള്ളം പറഞ്ഞ് അധിക്ഷേപിക്കാൻ ശ്രമിച്ചതിന്റെ പരിണിത ഫലമാണോ അടൂർ പ്രകാശിന് കിട്ടിയതെന്ന ചോദ്യം പൊതുവെ ഉയർന്നു വന്നാൽ എന്ത് മറുപടി പറയാൻ പറ്റും? ഒരു മനുഷ്യന്റെ അസുഖാവസ്ഥയെ നമ്മൾ പരിഹസിക്കാൻ പാടില്ല തന്നെയാണ്. പക്ഷെ പറയേണ്ടി വരുന്നത് ഓരോ സന്ദർഭങ്ങളിലും UDF നേതാക്കളും അതിന്റെ സൈബർ പ്രവർത്തകരും പറയുന്നതും ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് തെറ്റാണെന്ന് കൂടി മനസ്സിലാക്കിയിട്ട് പറയേണ്ടി വരുന്നത് അവർക്കുള്ള ഉത്തരം കൊടുക്കുക എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ്. അല്ലാതെ അടൂർ പ്രകാശിന് ഇപ്പോൾ ഉണ്ടായ രോഗാവസ്ഥയിൽ നിന്ന് ഏറ്റവും വേഗത്തിൽ അദ്ദേഹം മുക്തി നേടി പൂർണ്ണ ആരോഗ്യത്തോടു കൂടി രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരണം എന്ന് തന്നെയാണ് കൃത്യമായി അദ്ദേഹത്തിന് ആശംസിക്കാനുള്ളത്. പക്ഷെ ഒരു കാര്യമുണ്ട്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പച്ച കള്ളങ്ങൾ പറഞ്ഞവർ, സ്വന്തം മണ്ഡലത്തിലെ പോറ്റിയായിരുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ നിരവധി ഉദ്ഘാടന പരിപാടികൾ, അദ്ദേഹത്തോടൊപ്പം നിരവധി വേദികൾ പങ്കിട്ട, അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം ശബരിമലയിൽ പോലും നേരിട്ടെത്തി അന്നദാനം ഉദ്ഘാടനം ചെയ്തു കൊടുത്ത അടൂർ പ്രകാശിനും ഇപ്പോൾ പൊടുന്നനെ ഇങ്ങനെ ഒരു അസുഖം വന്നത് ചിലപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അസുഖങ്ങളുടെ തുടർച്ചയായിട്ടായിരിക്കാം. പക്ഷേ കുറച്ചു മുന്നേ അയ്യപ്പനെ വെച്ച് രാഷ്ട്രീയം കളിച്ചപ്പോൾ ഈ നാട്ടിലുള്ളവർ പറഞ്ഞതാണ്, അത് നിങ്ങൾ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന ഒരു അവസ്ഥയാണെന്ന്.